പാമ്പാടി നെഹ്റു കോളേജിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന ജിഷ്ണു പ്രണോയ് മരണപ്പെടുന്നത് കഴിഞ്ഞ ജനുവരി 6-നാണ്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അന്ന് തന്നെ സഹപാഠികളും ബന്ധുക്കളും പറഞ്ഞിരുന്നു. ജിഷ്ണുവിന് വൈസ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ച് മർദ്ദനമേറ്റിരുന്നതായിരുന്നു ഉയർന്ന പ്രധാന ആരോപണം. കേസ് ആദ്യം കൈകാര്യം ചെയ്ത പഴയന്നൂർ പോലീസ് വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല. മൃതദേഹം PG വിദ്യാർത്ഥിനിയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഏൽപ്പിച്ചതും മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റൽ മുറി സീൽ ചെയ്യാതിരുന്നതും അന്നേ വിമർശനത്തിനിടയാക്കിയിരുന്നു. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ മാത്രമാണ് അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചത്. ഇതിനിടെ പരീക്ഷയ്ക്കിടെ ജിഷ്ണു കോപ്പിയടിച്ചെന്ന കോളേജ് അധികൃതരുടെ വാദം സർവകലാശാല തള്ളി. ജിഷ്ണുവിന്റെ ശരീരത്തിൽ മുറിവുകളുണ്ടായിരുന്നതായി പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മർദ്ദന വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഫെബ്രുവരി 13-ന് കോളേജ് ചെയർമാൻ P. കൃഷ്ണദാസിനെ ഒന്നാം പ്രതിയാക്കി സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കോളേജ് PRO സഞ്ജിത് വിശ്വനാഥൻ, വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേൽ, അധ്യാപകരായ പ്രവീൺ, വിപിൻ എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ. ആത്മഹത്യാ പ്രേരണ, ഗൂഢാലോചന, മർദ്ദനം തുടങ്ങിയ 8 വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തത്. എന്നാൽ ഒന്നാം പ്രതി കൃഷ്ണദാസും രണ്ടാം പ്രതി സഞ്ജിത്തും ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടുകയും ചെയ്തു. എന്നാൽ കേസിലെ മറ്റു 3 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. അന്വേഷണം പോലീസ് അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് ഏപ്രിൽ 27-ന് ജിഷ്ണുവിന്റെ കുടുംബം സമരത്തിനൊരുങ്ങിയപ്പോൾ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും സ്വത്ത് കണ്ടുകെട്ടുമെന്നും DGP ഉറപ്പു നൽകി. എന്നാൽ അതിൽ ലംഘിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് കുടുംബം സമരം തുടങ്ങിയത്. മുൻകൂർ ജാമ്യം നേടിയ കൃഷ്ണദാസിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതൊഴിച്ചാൽ കേസിൽ നാളിതുവരെയുമായി ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ടർ, പാലക്കാട്.